ഇന്നത്തെ വീഡിയോ ഈ വേനൽക്കാലത്ത് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റുന്നുള്ളതാണ്. വളരെ ടേസ്റ്റിയും അതേപോലെ ഹെൽത്തിയുമായ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി ഈ വെയിലത്ത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. ഇതേ സാധനങ്ങൾ തന്നെ നമുക്ക് മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം ഹെൽത്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ നമുക്ക് ഉണക്കി സൂക്ഷിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. മഴക്കാലത്തേക്ക് വേണ്ടി മാത്രമല്ല, വർഷങ്ങളോളം നമുക്ക് പലതും ഇതുപോലെ ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ പണ്ട് അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ചെയ്തതാണ്. ഞാൻ അവരുടെ അടുത്ത് നിന്ന് കണ്ടിട്ടാണ് ഇപ്പോഴും ഓരോന്നും ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യമായി നമുക്ക് അടുക്കളയിൽ വേണ്ടുന്ന കുറച്ച് സാധനങ്ങളുടെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് മുളകും മല്ലിയും ഒക്കെ നന്നായി കഴുകി അത് വേനലിൽ ഉണക്കി നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് എല്ലാവരും പൊടിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ പൊടിക്കുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറികളിലൊക്കെ ഒരു നല്ല ടേസ്റ്റും പിന്നെ നല്ല കൊഴുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കിലോ മല്ലിയും 1 കിലോ മുളകും എടുത്തിട്ടുണ്ട്. മല്ലി നമ്മൾ നന്നായി തന്നെ കഴുകണം. 2 മല്ലിയും മുളകും ഇതുപോലെ കഴുകി ആദ്യം ഒരു അരിപ്പയിലിട്ടേക്കണം. കുറേശ്ശെയായി വേണം എടുത്ത് കഴുകാൻ. ഇതിൽ നല്ല ചളി ഉണ്ടാവും. നിങ്ങൾ കഴുകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മളിത് കഴുകി എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കുറേശ്ശെയായി മുഴുവനും കഴുകി ഇതുപോലെ അരിപ്പയിലിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ഇതേ ഉണങ്ങാനായി വെച്ചിട്ടുണ്ട്. ഉണങ്ങാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും പ്ലാസ്റ്റിക് ഷീറ്റിൽ ഉണക്കരുത്. ഒരു പായ വിരിച്ച് അതിൻ്റെ മേലെ തുണി വിരിച്ചാണ് ഞാൻ ഉണക്കുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ അലക്കിയ ബെഡ്ഷീറ്റിൽ വേണമെങ്കിൽ ഇതുപോലെ ഉണക്കിയെടുക്കാം. നല്ല ഡബിളായി വിരിച്ചതിന് ശേഷം അതുപോലെയും ഉണക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ നന്നായി തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഒരു ദിവസം നന്നായി വെയിൽ കൊണ്ട് ഉണക്കിയെടുത്താൽ മതി. പിറ്റേ ദിവസം പൊടിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ ചൂടാക്കി എടുക്കാം. അപ്പോൾ മുളകൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ കുറച്ച് പൊട്ടിച്ചതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് വെക്കുന്നുണ്ട്. പൊടി ഉണ്ടാക്കുമ്പോൾ നമുക്കിതൊന്ന് വറക്കാനില്ല മുളകാണ് കേട്ടോ. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാനും പിന്നെ നമ്മൾ പൊട്ടിച്ച് വറക്കാനൊക്കെ ഉള്ളതാണ്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ 2 മുളകും മിക്സ് ചെയ്തിട്ടാണ് പൊടിക്കാൻ കൊടുക്കാറ്. കാശ്മീരി മുളകും സാധാ മുളകും കൂടി മിക്സ് ചെയ്തിട്ട് പൊടി ഉണ്ടാക്കാൻ കൊടുക്കാറാണ് പതിവ്. ഇതിലേക്ക് കുറച്ച് മുളക് ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് വറക്കുമ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ഉണക്കമുളക് ഇതേപോലെ തന്നെ മുറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഈസിയായി എടുത്ത് വറക്കാനുള്ള മുളക് റെഡിയാക്കാം. ഇനി മല്ലിപ്പൊടി പൊടിക്കുമ്പം നമ്മൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് കുറച്ച് മല്ലി എടുത്ത് മാറ്റി വെക്കണം. കാരണം നമ്മൾ ചില കറികളിൽ മല്ലി വറുത്ത് അരക്കാറുണ്ട്, ഉണക്കമുളകും മല്ലി. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ചിക്കൻ ഉപ്പേരിയൊക്കെ വെക്കുമ്പോഴാണ് മല്ലി തന്നെ വറുത്ത് പൊടിച്ചിടാൻ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. മല്ലിപ്പൊടി ഇടാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇനി നമ്മൾ ഈ മല്ലിപ്പൊടി ഉണ്ടാക്കുന്നതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു 5 ടേബിൾ സ്പൂൺ പച്ചരി ഇവിടെ വറക്കുന്നുണ്ട്. അത് ഒന്ന് വറുത്ത് നല്ല ചുമന്ന കളറാവുമ്പോൾ നമുക്കതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം. ഇത്രയും ചേർത്ത് ഒന്ന് വറക്കണം. ഈ അരി ഒന്ന് ചുമപ്പാകുമ്പോഴാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഒരിക്കലും കഴുകി ഉടനെ ഇട്ട് കൊടുക്കരുത്. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം പറ്റുമെങ്കിൽ തലേദിവസം തന്നെ കഴുകി വെക്കുക. അതിന് ശേഷം മാത്രം ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും ഒന്ന് നന്നായി ചൂടായപ്പോൾ നമുക്കിത് പൊടിക്കുന്ന മല്ലിയിലേക്ക് ചേർത്ത് മില്ലിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുക്കുന്നുള്ളത്. ഇതൊന്ന് ആറിയതിന് ശേഷം ഞാൻ 2ഉം കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. മുളക് അപ്പോഴും ഞാൻ കുറച്ച് കാശ്മീരി മുളകും കൂടി മിക്സ് ചെയ്താണ് പൊടിക്കുന്നത്. അപ്പോൾ ഇവിടെ ആർക്കും അധികം എരിവില്ല, അതുകൊണ്ടാണ്. ഇനി നമ്മൾ നല്ല ഗ്ലാസ് കണ്ടെയ്നറിലൊക്കെ ഇത് സൂക്ഷിച്ച് വെക്കാം. ഒരിക്കലും ഇതുപോലെ പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ പൊതിഞ്ഞ് വെക്കുകയോ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ സൂക്ഷിക്കുകയോ ചെയ്യരുത്. പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ ടപ്പർ വെയർ പോലെയുള്ളത് ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് ഞാൻ നേരത്തെപ്പോഴും ഉണക്കിയതാണ് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ പലരും ചോദിച്ചു ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അത് ഇതിൻ്റെ തൊലി ഇതുപോലെ മാറ്റാം. ഇത് ഒരു 3 ആഴ്ച വരെ നമ്മൾ വെയിലിന് ഉണക്കിയെടുത്ത് ഏത്തപ്പഴമാണ്. നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ഇത് ഒന്ന് പാലിൽ സോക്ക് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഇതിലേക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഡ്രൈ നട്ട്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുതിർത്തിട്ടൊന്നുമല്ല, ഡയറക്റ്റാണ്. എനിക്കിത് ചെറുതായി കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത് ഡയറക്റ്റായി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പാലിൽ കുതിർത്ത് വെച്ച റോസ്റ്റഡ് ഓട്സാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത്തപ്പഴം ഇതുപോലെ ഉണക്കി നമുക്ക് പുറത്തേക്കുള്ള കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലൊരു സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഈ ഉണങ്ങിയ ഏത്തപ്പഴം നമുക്ക് 1 വർഷം വരെ ഇതേപോലെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ സോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അരി വറുത്ത് പൊടിച്ചാണ് നമ്മൾ കഴുകി വെയിലത്ത് ഉണക്കിയതിന് ശേഷം
പൊടിച്ചെടുക്കാം. ശർക്കരയും വെല്ലവും മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇതും കൂടി ചേർത്ത് നല്ല ഉരുളകളാക്കി പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റും നമുക്ക്. ഇനി ഇതാ ഒരുപാട് പഴങ്ങൾ ഇതുപോലെ ഒരുമിച്ച് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെറുതായി ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇത് പ്ലേറ്റിൽ വെച്ച് നമുക്ക് 2 ദിവസം നല്ല വെയിലത്ത് ഉണക്കിയെടുത്താൽ മതി. ഈ ഒരു സൈസിലാണ് കേട്ടോ മുറിക്കേണ്ടത്. അപ്പോൾ ഇതായത് ഞാൻ ഈ പ്ലേറ്റിൽ ഇതുപോലെ നിരത്തിയതിന് ശേഷം വെയിലത്ത് ഉണക്കിയെടുത്താൽ ഇത് നീളത്തിൽ മുറിച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. ഇത് നമ്മൾക്ക് സ്മൂത്തികളിൽ ഇട്ട് കഴിക്കാം. പിന്നെ പുറത്തേക്കൊക്കെ കുട്ടികൾ പോകുമ്പോൾ നമുക്ക് കൊടുത്തു വിടാം. ഇത് 1 വർഷം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അത്രയും വെക്കണമെങ്കിൽ നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഈ നീളത്തിൽ മുറിച്ചത് ഉണക്കിയതിന് ശേഷം നമ്മൾക്ക് ശർക്കര പാനിയിലിട്ട് ശർക്കര ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ എന്താ ചക്ക വെച്ചാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഒരുപാട് ചക്ക ഉണ്ടാവും. അപ്പോൾ പച്ച ചക്ക നമുക്ക് ചെറുതായി മുറിച്ച് എല്ലാവരും ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ, ചക്ക ചിപ്സ്. അത് മാത്രമല്ല ഇതിൻ്റെ ഈ കൂഞ്ഞലുണ്ടല്ലോ, എന്താ നിങ്ങൾ നാട്ടിൽ പറയാൻ എനിക്കറിയില്ല, ഈ ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ഈ കവറുണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇതൊന്ന് എല്ലാം വേറെ വേറെ ആക്കി എടുക്കണം. ഈ കുരുവും ഇതുപോലെ ഇതിൻ്റെ പുറന്തോടും മാറ്റിയെടുക്കണം. ഇനി ഈ ചക്ക ഇതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എല്ലാം ഏതുപോലെയാണ് ഉപയോഗിക്കേണ്ടതിൽ. ഈ ചക്കയുടെ ഈ ചവണി ഉണ്ടല്ലോ അതും കളയുന്നില്ല കേട്ടോ. ചക്ക ഞാൻ മുഴുവനായും തന്നെ മുറിച്ചെടുത്തിട്ട് ഒരേ പോലെ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് കരിയാതെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഈ ചക്കക്കുരു ഉണ്ടല്ലോ, ഇത് കുറച്ചൊരു 5-6 എണ്ണം ഞാൻ ഇതുപോലെ ഇതിൻ്റെ ഈ പുറന്തോട് കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഈ ചവണി ഒന്ന് നമ്മൾ ആവി കയറ്റിയെടുക്കണം. അധിക സമയം വെക്കരുത്. ഒന്ന് മേലേക്ക് സ്റ്റീം വന്നാൽ മാത്രം മതി. നന്നായി തിളച്ച് സ്റ്റീം വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ വെള്ളത്തിൽ ഞാൻ ചക്കക്കുരു ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അതിൻ്റെ പുറത്തെ തോട് കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് നല്ല സ്റ്റീം വന്നതിന് ശേഷം ഇതെടുത്ത് നമുക്ക് ഇതൊന്ന് വെയിലത്ത് ഇട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ഞാനിതാ ഇതുപോലെ നല്ല വെയിലത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനിതാ ചക്ക വറുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, മഞ്ഞളും ഉപ്പും കൂടി മിക്സ് ചെയ്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ തിളക്കുമ്പോഴാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞ് നന്നായി തന്നെ ഇത് വറുത്തെടുക്കാം. ഞാനിത് ഉണക്കിയത് ഇപ്പോൾ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ നല്ല വെയിലത്ത് വെക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഈ വെള്ളമൊക്കെ വറ്റി നന്നായി ഇത് ഉണങ്ങി കിട്ടും. ഇപ്പോൾ ഞാൻ എൻ്റെ ചക്കയൊക്കെ വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ചക്കയും നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടിന്നിലാക്കി സൂക്ഷിക്കാം. ഇനി ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ചവണിയൊക്കെ അത് നമുക്കിതാ വേറെ വേറെ ആയി വറുത്തെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഈ ചക്കക്കുരുവിൻ്റെ ആ പുറംതൊലി വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ നേരിയ ചവണികളും വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഇതാ ഇതേപോലെ നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണയുണ്ടെങ്കിൽ നമ്മളിതൊരു ടിഷ്യൂ പേപ്പറിലൊന്ന് നിരത്തി കൊടുക്കാം. ഇത് വെച്ച് നല്ലൊരു മിക്സർ ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇനി നേരത്തെ നമ്മൾ ചക്കക്കുരു പുഴുങ്ങിയെടുത്തിട്ടുണ്ടല്ലോ, സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കണം. അതായത് ഇത് തിളച്ച വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്തതാണ്. അതൊന്ന് മുറിച്ചെടുക്കാം. അധികം വേവണ്ട കേട്ടോ. ഇനി ഇതേപോലെ കഷ്ണങ്ങളാക്കി നമ്മൾ സാധാരണ നിലക്കടലയൊക്കെ അല്ലേ വറുത്തിടാറ്, അതൊന്നും വേണ്ട കേട്ടോ. ചക്കയിൽ നിന്ന് തന്നെ നമുക്ക് മിക്സർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് കറിവേപ്പിലയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നേരത്തെ വറുത്ത് വെച്ചതുണ്ടല്ലോ, അത് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ ഈ ചക്കക്കുരു വറുത്തതും കറിവേപ്പിലയും പിന്നെ കായപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതൊക്കെ ഇട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു മിക്സറാണ് ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ കഴിക്കാം. ഇത് പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ വറുത്ത് ബോട്ടിലാക്കി വെക്കണം. ആവശ്യത്തിന് മാത്രം ഇതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്ത് വെച്ചാൽ തണുത്ത് പോകും. നമ്മൾ ഉടനെ കഴിക്കാൻ മാത്രമാണ് മിക്സർ ഉണ്ടാക്കാറ്. അപ്പം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് ചക്കയും മാങ്ങയൊക്കെ സീസണിലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കണം തോന്നുന്ന സമയത്ത് ഉണ്ടാവില്ല. അതിന് വേണ്ടി അത് മാങ്ങ തെര ഉണ്ടാക്കുന്നുണ്ട്. മാങ്ങ തെരയുടെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ഇടാം കേട്ടോ. ഇത് ഇപ്പോഴത്തെ മാങ്ങ വെച്ച് നമുക്ക് ഉണ്ടാക്കി 1 വർഷത്തിലധികം സൂക്ഷിക്കാം. ഞാൻ 2 വർഷം വരെയൊക്കെ സൂക്ഷിക്കും. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. അത് മാത്രമായിട്ട് ഇടാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ നേരത്തെ ഉണക്കി വെച്ച ചെറുപഴമാണ് കേട്ടോ. ചെറുപഴം ഇതുപോലെ സിപ്ലോക്കിലെ കവറിലാക്കി സൂക്ഷിച്ച് വെക്കാം. 1 വർഷം വരെ നമുക്കിത് ഉപയോഗിക്കാം. കുറേ കാലം ഉപയോഗിക്കുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇത് പാക്കറ്റിലിടുമ്പോൾ ഇതിൻ്റെ എയറൊക്കെ കളഞ്ഞ് വേണം ഇതുപോലെ സൂക്ഷിക്കാൻ. അതൊരു ചെറിയ സ്ട്രോ വെച്ച് നമുക്ക് എയർ പുറത്തേക്ക് വലിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഇത് ചക്ക വരട്ടിയതാണ് കേട്ടോ. ഇതും നമുക്ക് 1-2 വർഷം വരെ സൂക്ഷിക്കാം. അങ്ങനെ 1 വർഷത്തിൽ കൂടുതൽ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിച്ചാലും മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി കേട്ടോ. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അടകൾ ഉണ്ടാക്കാം, ഇലയടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ഫില്ലിങ്ങായി ഉപയോഗിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പം ചൂടാം, ഉണ്ണിയപ്പമൊക്കെ ചൂടാം ഇത് വെച്ച്.
അപ്പോൾ നമ്മൾ ചക്കയും മാങ്ങയൊക്കെ ഉള്ള സീസണിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് ഞാൻ കൊണ്ടാട്ടമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഈ നല്ല വെയിലത്ത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിരുന്നു. ബാക്കി ഒന്ന് ചോറ് വെച്ചാണ് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് വെജിറ്റബിൾസ് ഉണക്കിയതാണ് കേട്ടോ. ഇത് നമ്മൾക്ക് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് എടുത്ത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. എല്ലാ വെജിറ്റബിൾസും ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട്. ഒരുമിച്ച് ഉണക്കിയതാണ് കേട്ടോ, വേറെ വേറെ ഒന്നുമല്ല. എല്ലാം മോരിൽ കുറച്ച് കായം, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് സോക്ക് ചെയ്തിട്ട് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാം കേട്ടോ. ഇത് ഞാൻ മുറുക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് അരി പൊടി വെച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ കടുമാങ്ങ ഉണ്ടാക്കിയതാണ് കേട്ടോ. കടുമാങ്ങയുടെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ്. ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.